പെരുമ്പാവൂരിൽ യുവാക്കളെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് മർദ്ദിച്ച സംഭവം പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. നിസ്സാര വകുപ്പുകൾ ചേർത്ത് കേസെടുത്തതാണ് ജാമ്യം ലഭിക്കാൻ കാരണമെന്ന് മർദ്ദനത്തിനിരയായ യുവാക്കളും രക്ഷിതാക്കളും ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ വാരിയേഴ്സിൽ ഉൾപ്പെടുന്ന അധ്യാപകനും ആൾക്കൂട്ട വിചാരണയിൽ ഉണ്ടായിരുന്നു എന്നാണ് യുവാക്കളുടെ ആരോപണം. പെരുമ്പാവൂരിൽ യുവാക്കളെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് മർദ്ദിച്ച സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് പെരുമ്പാവൂർ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. വാദികളുടെ ആദ്യ മൊഴിയിൽ തട്ടിക്കൊണ്ടുപോകൽ ഇല്ലെന്നും രണ്ടാമത് കൂട്ടിച്ചേർത്ത വിശദീകരണം തൃപ്തികരമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് 6 പ്രതികൾക്കും കോടതി ജാമ്യം നൽകിയിട്ടുള്ളത്. ഞങ്ങളവിടെ ജോലി അന്വേഷിച്ചെത്തുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞങ്ങളെ എറിഞ്ഞുകൊടുത്തി വണ്ടിയിൽ നിന്ന് താക്കോൽ ഊരുകയും ഞങ്ങളെ മർദ്ദിക്കുകയും അവിടുന്ന് ഡ്രസ്സ് ഊരി ആ റൂമിൽ കൊണ്ടുപോയി വലിച്ചഴിച്ച് ആ റൂമിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളെ മർദ്ദിക്കുകയും ഡ്രസ്സ് ഊരിയിട്ട് തിരിച്ചെടുക്കലാന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് പുറത്തിട്ട് ഇടിക്കുകയും അങ്ങനെയൊക്കെയാണ് അവർ ചെയ്തത്. ഞങ്ങളെ പിന്നെ റോട്ടിലിരുത്തി മുടി മുട്ടയടിക്കുകയും പിന്നെ മർദ്ദിക്കുകയും അതിലവർ ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയും ചെയ്തു. ആ കൊച്ചു വരെയും പറഞ്ഞു ഞങ്ങളല്ല കൊടുത്തിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് മർദ്ദിക്കാനും പിന്നെ ചെയ്തത്. ഈ പിള്ളേർ വേറെ കേസിലെ പ്രതിയാണെന്നും പറഞ്ഞാണ് അവർ ജാമ്യത്തിൽ ഇറങ്ങിയത്. ഇവർക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു കേസും ഉള്ള ആൾക്കാരല്ല. ആ ജാമ്യത്തിൽ ഇറങ്ങിയ ആൾക്കാരിൽ 2 പേര് കേസുള്ളവരാണ്. അവർ ജയിലിൽ കിടന്നിട്ടുള്ള ആൾക്കാരുമാണ്. ഒരാൾ അധ്യാപകനാണ്, തണ്ടേക്കാട് സ്കൂളിലെ അധ്യാപകനാണ്. മാതൃകയാകേണ്ട ഒരു അധ്യാപകനാണോ ഇങ്ങനെ പിള്ളേരെ നഗ്നരാക്കി നിർത്തി വഴിയിൽ നിർത്തി തലമൊട്ടയടിക്കുകയും ചെയ്യുന്നത് ഒരു അധ്യാപകനാണോ? അധ്യാപകൻ പ്രതിയല്ല. അല്ല, ഇത് ഈ കൂട്ടത്തിലുണ്ട്. നിലവിൽ ഞങ്ങൾക്ക് ആർക്കും കേസില്ല. ഇതിനകത്ത് ഞങ്ങൾ ജയിലിൽ പോയിരുന്നാണ് അവർ പറഞ്ഞ MDMA ആയിട്ട് പിടിച്ച് 45 ദിവസം ജയിലിൽ കിടന്ന പ്രതിയാന്ന് പറഞ്ഞാൽ ഇതുവരെ ജയിലിൻ്റെ വാതിൽ ഒരു ദിവസം പോലും കയറി കാണാൻ ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഏത് ജയിലിൽ കിടന്ന് ഞങ്ങൾക്ക് അറിയാം ഇവരെന്താ പറഞ്ഞത് എന്നറിയാൻ നമ്മൾ ഇങ്ങനെ ഫേക്ക് ന്യൂസ് കുറേ വേണ്ടി. പിന്നെ ഒരു മോഷണ കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതും വന്നിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങളുടെ പേരിലുള്ള കേസല്ല അല്ലേ? ഇതിന് അങ്ങനെ ആരും പേരിൽ വന്നാലേ അല്ല, അവരായിട്ട് തന്നെ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടേക്കാം. അവര് സംഭവം എന്ന് വെച്ചാൽ തട്ടിക്കൊണ്ട് പോയെന്നുള്ളത് ഞങ്ങൾ തട്ടിക്കൊണ്ട് പോയെന്നല്ല പറഞ്ഞത്. ഇത് സംഭവം ഞങ്ങൾ ഈ ബലമായിട്ട് മുടി പിടിച്ച് വെട്ടിച്ചില്ലേ, ആ സമയത്ത് ഞങ്ങൾ ഈ പോലീസുകാരോട് പറഞ്ഞാണ് ഞങ്ങളെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ റൂമിലേക്ക് റൂമിലേക്ക് നിർബന്ധിച്ച് റൂമിൽ വിളിച്ച് ഇതാക്കിയതാണ്. അണ്ട് ഈ ASI മറ്റേ ആ ഹിന്ദി അറിയാവുന്ന സാറല്ലേ, ആ സാറ് പറഞ്ഞപ്പോഴാണ് ഇവർ ഈ സെക്ഷൻ ആക്കി എടുത്ത കിഡ്നാപ്പിംഗ് കേസ്. മീൻസ് ഇത്ര ദൂരം നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞപ്പോഴാണ് ആ ഒരു സെക്ഷൻ 2ാമത് ആഡ് ചെയ്തത്. ആ സാറ് പറഞ്ഞിട്ട് അതിന് മുമ്പ് ഈ പോലീസുകാരോട് പറഞ്ഞപ്പോൾ അവർക്ക് അറിയാൻ പാടില്ല ഇതിനെ പറ്റി, ഇതിനെ ചാർജ് ചെയ്യണമെന്നുള്ളത്. മീൻസ് അവിടെ ഞങ്ങളെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി ഫോഴ്സ് ചെയ്താൽ കൊണ്ടുപോയാൽ ബലമായിട്ട്. നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു അക്ഷരം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള ഒരു വോയിസ് പോലും തന്നില്ല. തല്ലോ ഒരു അക്ഷരം ഉണ്ടാവില്ല. ഞങ്ങൾ പറയണ കേൾക്കുള്ള പയ്യൻ മൊഴി മാറ്റി പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ പിടിച്ചത്. മീൻസ് ഞങ്ങളെ തല്ലിയതിനൊക്കെ ശേഷമാണ് ഈ പയ്യനെ അവർ വിളിച്ചോ വന്നത്. എന്നിട്ട് പയ്യനോട് ചോദിച്ചു ഇവരാണോ തന്നത്. ഞങ്ങളല്ല ലഹരി തന്ന പയ്യൻ പറയുകയും ചെയ്ത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ ആ പയ്യനെ കൊണ്ടുപോയിട്ടാണ് പിന്നെയും പിടിച്ചത് മുട്ടയടിച്ച കുറ്റവാളികളല്ലെങ്കിലും പിന്നെ ഇതിനെ പിടിച്ച് മുട്ടയടിച്ചെടുക്കുന്നത്. ഇതിനുള്ള അവർക്ക് എന്തുള്ള അവരാരുടെ നിയമം കയ്യിലെടുക്കാൻ. ഇവരെ പിടിച്ച സ്ഥലത്ത് നിന്ന് 50 മീറ്റർ മാറിയുള്ള റൂമിൽ കൊണ്ടുപോയാണ് ഇവരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ തട്ടിക്കൊണ്ട് 50 മീറ്റർ സ്ഥലത്തു നിന്ന് മാറിക്കഴിഞ്ഞാൽ തട്ടിക്കൊണ്ട് പോകലാണ്. കാരണം ബാഹ്യലോകമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ മുറി അടച്ചു കഴിഞ്ഞാൽ അത് തട്ടിക്കൊണ്ട് പോകൽ തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കണ്ടമാനം മർദ്ദിക്കുകയൊക്കെ ചെയ്യും. തുണി അഴിച്ച് മർദ്ദിക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയൊരു ഇത് തന്നെയാണ്. കാരണം ഒരു ഹാനി വലിയൊരു കേസല്ലേ. ഒരാൾ തുണി അഴിക്കാൻ ഇവിടുത്തെ പൗരനെന്താ അധികാരമില്ല, പോലീസിനാണ് അധികാരം. അപ്പോൾ ഇവർ പിള്ളേരെ പറഞ്ഞ് പോലീസിനെ ഏൽപ്പിക്കാൻ, പക്ഷേ പോലീസിനെ ഏൽപ്പിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. ഇവർ ഭീകരന്മാർ തന്നെയാണ്. കാരണം വെച്ചാൽ ഇവിടെ അധ്യാപകൻ എന്ന നിലക്ക് അധ്യാപകൻ ഇതിനെ തടയേണ്ട അധ്യാപകൻ അതിൽ കൂട്ടേക്കാണ്. ഈ തണ്ടേക്കാട് സ്കൂളിലെ പിള്ളേർ ഈ അധ്യാപകൻ പഠിപ്പിച്ച പിള്ളേർ എങ്ങനെ ചൊവ്വാവും? അപ്പോൾ അയാൾ ഏറ്റവും വലിയ ക്രിമിനലാണ്. അതുകൂടാതെ ഒരാളിനകത്ത് കൊലക്കേസ് പ്രതിയാണ്. ഈ കൊലക്കേസ് പ്രതിനെയൊക്കെ പോലീസ് സംരക്ഷിക്കുകയാണ്. എന്നാൽ പ്രതികളെ രക്ഷിക്കാൻ വലിയ ശ്രമം നടക്കുന്നതായി മർദ്ദനത്തിനിരകളായ യുവാക്കളും അവരുടെ രക്ഷിതാക്കളും മാധ്യമങ്ങളോട് പറഞ്ഞു. പരാതിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പുതിയ ഗവൺമെന്റ് വന്ന പിന്നെയാണ് തൂഫാൻ പ്രഖ്യാപിച്ചത്. തൂഫാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് സർവാധികാരം കൊടുത്ത മാതിരിയാണ്. കാരണം ഇവിടെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യേണ്ടത് പോലീസാണ്. പക്ഷേ ഇവിടെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഗവൺമെന്റ് എടുക്കാൻ ഞാൻ പോകുന്ന നിലയ്ക്ക് എനിക്ക് അധികാരമില്ല. പക്ഷേ ഗവൺമെന്റ് ഇത് നിൽക്കുന്നതുകൊണ്ടാണ് ഇവർക്ക്. കാരണം ഈ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഭയങ്കര ആൾക്കൂട്ടായിരുന്നു. അപ്പോൾ അവരെ സ്വാധീനിക്കാനും ശ്രമിച്ചിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. കാരണം ഗവൺമെൻറ് പ്ലീഡർ കേസിൽ ഒന്നും മിണ്ടിയിട്ടില്ല. ഒന്നും മിണ്ടാണ്ടിരിക്കലല്ലോ ഒരു ഇതിന്. കാരണം ഇത് മുട്ട അടിക്കാന്നൊക്കെ പറഞ്ഞ കാര്യമൊന്നും വക്കീലും മിണ്ടണില്ല. അപ്പോൾ പിന്നെ അവർക്ക് ജാമ്യം കിട്ടൂല. അത് ശരിയായ ഒരു നടപടിയല്ലല്ലോ. അധ്യാപകൻ മർദ്ദിച്ചില്ല എന്നാണ് പറഞ്ഞത്, പക്ഷെ അയാൾ കൂടെ ഉണ്ടായിരുന്നു, അയാളുടെ നേതൃത്വം കൊടുത്തത്. കാരണം ഒരു രാഷ്ട്രീയത്തിലുള്ള ഭാര്യ രാഷ്ട്രീയത്തിലുള്ള ആളാവുമ്പോൾ സ്വാധീനം കൂടുമല്ലോ, അതുകൊണ്ട് അയാളാണ് നേതൃത്വം കൊടുത്തത്. അയാൾ നേതൃത്വം കൊടുത്തിട്ടാണല്ലോ അത് ഇതാണ്. പ്രതിയാവണമെന്നില്ല, പക്ഷെ അയാൾ കൊണ്ട് അതിൽ ഭാഗവാക്കാണല്ലോ. തടയേണ്ട ആൾ, അധ്യാപകൻ തടയേണ്ട ആൾ, ഒരു കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കേണ്ട ഒരു അധ്യാപകൻ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഇതാകുമ്പോൾ അയാളല്ല ഇതിൽ ഏറ്റവും വലിയ മോശക്കാരൻ. കാരണം ഒരു അധ്യാപനം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ആ അധ്യാപകൻ തന്നെ ഇങ്ങനെ കുഴപ്പങ്ങളുണ്ടാക്കാൻ കൂട്ടു നിൽക്കുമ്പോൾ അയാൾ മിണ്ടാണ്ട് നിന്നാലും അത് ഇത് തന്നെയാണ്. കാരണം നിയമപരമായിട്ട് തെറ്റാണ്. കാരണം നിങ്ങളത് കുഴപ്പമുണ്ടാക്കില്ല, നമുക്കത് രമ്യതയിൽ തീർക്കാമെന്ന് പറയേണ്ട ആളാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. സോഡ കമ്പനിയിൽ ജോലി തേടിയെത്തിയ യുവാക്കളെയാണ് ലഹരി വിൽപ്പനക്കാരായി ചിത്രീകരിച്ച് തലമൊട്ടയടിച്ച് ക്രൂരമായി മർദ്ദിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ വാരിയേഴ്സിൽ ഉൾപ്പെടുന്ന അധ്യാപകനും ആൾക്കൂട്ട വിചാരണയിൽ ഉണ്ടായിരുന്നു എന്നാണ് യുവാക്കളുടെ വെളിപ്പെടുത്തൽ. കോംപ്രമൈസിന് വേണ്ടി വന്നായിരുന്നു. അപ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ടല്ലോ. കാരണം ഞങ്ങളുടെ അടുത്ത് കോമ്പിനേഷൻ തരാമെന്ന് പറഞ്ഞ്, ഇങ്ങനെ കോമ്പിനേഷൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് മാനഹാനിയാണ് ഏറ്റവും വലുത്. ഇല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് തന്നെയുമല്ല, എനിക്ക് കല്യാണം കേൾക്കാൻ പെൺകുട്ടിയൊക്കെ ഉള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കില്ല, എൻ്റെ ആമക്കൾക്ക് കല്യാണം നടക്കില്ല, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ള ആളുകൾ ഒരു പ്രത്യേക ഒരു അവജ്ഞയോടുകൂടെ നോക്കണം. കാരണം ഞാൻ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തതിന്, പക്ഷേ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? കൊച്ചവിടെ പോയി എന്നുള്ളൊരു തെറ്റ അല്ല. കാരണം ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉള്ളതാണ് ഇന്ത്യയിലൂടെ എതിരെ നടക്കാൻ. അതിന് പാസ്പോർട്ടൊന്നും ആവശ്യമില്ലല്ലോ, എതിരെ നടക്കാം. പക്ഷേ കുറ്റക്കാരാണെങ്കിൽ അത് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണ്ടേ? ഇവർ നിയമം കയ്യിലെടുക്കാൻ ഇവരാര്? തൂഫാൻ്റെ ചുവട് പ്രഖ്യാപിച്ചാണ് ഇവർ ഇത് നടക്കുന്നത്. അവർ തൂഫാൻ്റെ ആളുകളാണെന്ന് പറയുന്നത്. അവർക്ക് എന്ത് അധികാരം തൂഫാൻ്റെ? അങ്ങനെ ജനങ്ങളെ അറിയിക്കണ്ടേ? ഞാൻ ഇവർ തൂഫാൻ്റെ ആളുകളാണ്, ഇവർ പറഞ്ഞ് കേൾക്കണമെന്നും പറഞ്ഞ ഒരു ലഘുലേഖ നോട്ടീസ് ഒന്നും അയച്ചിട്ടുമില്ല. ഞങ്ങൾക്ക് അറിയാനും പാടില്ല. കുറച്ച് ആളുകൾ വന്നിട്ടും പറയുകയാണ് ഞങ്ങൾ തൂഫാൻ്റെ ആളുകളാണ്, ഞങ്ങൾക്ക് എന്തോ ആവാം എന്ന് പറഞ്ഞാൽ ശരി. അപ്പം ഞാൻ പറഞ്ഞ തൂഫാൻ്റെ ആൾക്കാരാണ്. ഇവിടെ ആഭ്യന്തരമന്ത്രി വന്നതെന്ന് ഞാനും പോയിട്ടുണ്ടായിരുന്നു ആ പരിപാടിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, അന്ന് മന്ത്രി അവിടെ പറഞ്ഞത് എന്താ, മയക്കുമരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്, അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് ആ കുടുംബത്തെ ആശ്വസിപ്പിച്ച് അവരെ അതിൽ നിന്ന് കരകയറ്റണമെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അല്ലാതെ അവരെ വഴി തടഞ്ഞു നിർത്തി തലമൊട്ടയടിക്കുക, അല്ലെങ്കിൽ അവരങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ തലമൊട്ടയടിക്കുക, അല്ലെങ്കിൽ അവരെ മർദ്ദിക്കാൻ പറഞ്ഞു എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് അതില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, അവിടെ നിന്ന് വന്ന ആൾക്കാരോട് ഞാൻ ചെന്ന് സംസാരിച്ചു, നിങ്ങൾ ഈ കുട്ടികളെ ഇങ്ങനെ ചെയ്യാണ്ടായ കാരണം എന്താണ്, അവരെന്ത് തെറ്റാ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു. കഞ്ചാവ് ഉണ്ടായിരുന്നോ? കഞ്ചാവ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അഥവാ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പോലീസിനെ വിളിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ചാൽ പോരെ, നിങ്ങൾ ഇത്രയും ഒരു ക്രൂരത ചെയ്യണോ? ഇനി ഈ പിള്ളേർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഇവനിനി പഠിക്കാൻ പോകാൻ പറ്റുമോ? കാരണം എല്ലാവരും ഒരുമാതിരി ഓർമ്മശക്തിയുള്ള പലർക്കും കണ്ടാൽ മനസ്സിലാകും. തുടർന്ന് എങ്ങനെ പഠിക്കാൻ പോകും? പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഇവരെല്ലാം ചേർന്ന് യുവാക്കളെ വിവസ്ത്രരാക്കുകയും നിർബന്ധിച്ച് തല മൊട്ടയടിക്കുകയും ചെയ്തു. എന്നിട്ടും നിസ്സാര വകുപ്പുകൾ ചേർത്ത് കേസെടുത്തതാണ് ജാമ്യം ലഭിക്കാൻ കാരണമെന്ന് മർദ്ദനത്തിനിരയായ യുവാക്കളും രക്ഷിതാക്കളും പറയുന്നു. നീതിക്കായി മുഖ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ, ആഭ്യന്തരമന്ത്രി എന്നിവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇരകളായ യുവാക്കൾ. നമുക്ക് പിള്ളേർക്ക് എന്താണെങ്കിൽ വേണ്ടത് കൊടുക്കാം, കോംപ്രമൈസ് ചെയ്താലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കോംപ്രമൈസ് ചെയ്യുന്നില്ല. എങ്ങനെ കോംപ്രമൈസ് ചെയ്യാനാ? ഓരോ ഇടിക്കും പൈസ കൊടുക്കുമോ? നിങ്ങൾ എങ്ങനെ കൊടുക്കുമെന്ന് ഞാൻ ചോദിച്ചു. കോംപ്രമൈസിനൊന്നും നിൽക്കുന്നില്ല, കേസിൻ്റെ രീതിയിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അതുകൂടാതെ സിന്ധുപ്പാനെ വിളിച്ച് ഞങ്ങൾക്ക് പറ്റിപ്പോയതാണ്, തെറ്റാന്ന് പറഞ്ഞു. അപ്പോൾ അവർ തന്നെ തെറ്റ് പറയുമ്പോൾ അവർ തന്നെ തെറ്റ് ചെയ്താണല്ലോ. അല്ലെങ്കിൽ ഒരാൾ നിങ്ങൾ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താനാണ് ഇവർ ശിക്ഷിക്കണമെന്ന് പറഞ്ഞത്. അല്ലാണ്ട് ആരെയും നമ്മൾ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണില്ല. നമുക്ക് നീതി ലഭിക്കണം, അതിന് കോമ്പൻസേഷൻ കിട്ടണം. അത് അവരുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് മുഖാന്തരം ഈടാക്കി കിട്ടണം, കോടതി മുഖാന്തരം. അല്ലാണ്ട് ആരെയും പൈസ 10 പൈസ പിടിച്ചു കുറച്ച് മേടിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. അവരങ്ങനെ എൻ്റെ അടുത്തും പറഞ്ഞത് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ 10, 50, 55 വയസ്സുള്ളവർ ഈ 10, 18 വയസ്സുള്ള പിള്ളേരെ തല്ലിയതാണോ തെറ്റ്? അത് ഇവരുടെ സമപ്രായക്കാരാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഇത്രയും അതും എത്ര ഒരു 6 അടി ഹൈറ്റുള്ള ആജാനുഭാവുമായ ആൾക്കാരാണ്. അവരുടെ ഒരു തല്ലുകൊണ്ട് ഇവർ മരിച്ചു പോകും. ആ സൈസ് ആൾക്കാരാണ് അവിടെ നിന്ന്. ഞാൻ കണ്ട് സ്റ്റേഷനുള്ളിൽ നിൽക്കുന്നത്
ഞാൻ കണ്ടു. ഈ പിള്ളേരോട് കുനിഞ്ഞെന്നിട്ട് മുടി വാരാന്, നിന്റെ മുടി നീ വാരിയെടുക്കാനും പറഞ്ഞ് അതൊന്നും ഒരു കാർന്നന്മാർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. നമുക്ക് പണത്തിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കൂലിപ്പണി ചെയ്ത് ഈ പിള്ളേരുടെ എങ്ങനെയാണ് നോക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് എങ്ങനെയായാലും നീതി കിട്ടണം, നമുക്കതേ ഉള്ളൂ. ഇല്ലല്ലോ, എതിർത്തിട്ടുണ്ടെങ്കിൽ ജാമ്യം കിട്ടൂലല്ലോ. മുടി മുറിക്കാനുള്ള അങ്ങനെയാണ് ആ മുടി മുറിച്ച കാര്യം പറഞ്ഞ് ജാമ്യം നിഷേധിക്കാറുള്ളൂ. അപ്പോൾ ജാമ്യം കൊടുത്തില്ലേ? അപ്പോൾ എതിർത്തില്ലല്ലോ, എതിർത്താൽ ജാമ്യം കൊടുക്കൂല്ലോ. അതെന്നെ തുണി അയക്കാൻ ഇവിടെ എവിടെ നിയമമുള്ള വേശ്യാവൃത്തിയൊന്നുമല്ല അവിടെ നടക്കുന്നത്. അങ്ങനെയാണ് തുണി അയച്ചു എന്ന് പറയാം. കാരണം റോഡടുത്ത് നടന്നുകൊള്ളാക്കണ തുണി നോക്കി നോക്കാൻ അല്ലെങ്കിൽ മാർക്കം കഴിച്ചുകൊണ്ട് നോക്കണം, ഏത് ജാതിയെന്ന് നോക്കണം. പ്രതികൾക്കെതിരെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ പരാതി കൊടുക്കുന്നത്. പോലീസിനെതിരെ പരാതി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പോലീസ് ഇവിടെ തെറ്റ് ചെയ്യാന്നുള്ള പ്രതികൾക്ക് ഒത്താശ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് പോലീസിനെതിരെയുള്ള ഇത്. കാരണം പ്രതികൾക്ക് പോലീസ് പിടിക്കേണ്ട പ്രതികളെ പോലീസ് പിടിച്ചിട്ടില്ല, പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒത്താശ ചെയ്യുമ്പോൾ പിടിച്ചതും പിടിക്കാത്ത ഒരുപോലെ ആയില്ലേ. അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. പോലീസ് കേസ് അട്ടിമറിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.